പ്രൈവറ്റ് സെക്ടറിൽ ഇതെല്ലാം നടക്കും, ഭംഗിയായിട്ട് നടക്കും ഇല്ലേ? നല്ല ഒരു പ്രൈവറ്റ് കമ്പനി ഒരു മാനേജരോട് പറയുകയാണ്, അയാൾക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രേട്ടൻ തന്നെ നല്ല ബിസിനസ്സുകാരനാണ്. അവിടുത്തെ ഒരു മാനേജർക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. താൻ 6 മാസത്തിനുള്ളിൽ താൻ ഈ കാര്യം ചെയ്തു തീർക്കണം. അയാൾ ചെയ്ത് തീർക്കുമല്ലോ. ചെയ്ത് തീർത്തില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് പണിയുണ്ടാവുമോ? ഉണ്ടാവില്ല. അയാളെ പിരിച്ചുവിടും. കാരണം അയാൾ അക്കൗണ്ടബിളാണ് പ്രൈവറ്റ് സെക്ടറിൽ. അതേ സമയത്ത് നമ്മളൊരു കെട്ടിടം പണിയാൻ വേണ്ടി നമ്മുടെ ഒരു തഹസിൽദാരോട് ഗവൺമെൻറ് പറയുകയാണ് 6 മാസത്തിനുള്ളിൽ താൻ 2 ഏക്കർ സ്ഥലം എടുത്ത് തന്നെ. ഇയാൾ 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. ഒരു പ്രശ്നമില്ല അയാൾക്ക്. എന്താ കാര്യം? അവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇനി 180 ദിവസം കഴിഞ്ഞ് 181ാമത്തെ ദിവസം ഇയാൾ അക്കൗണ്ടബിൾ ആകും, ഇയാൾ ലയബിൾ ആകും എന്ന് വന്നാൽ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ 3 മാസത്തിനുള്ളിൽ സ്ഥലം എടുത്ത് തരും. 6 മാസത്തേക്ക് പോവില്ല. ആണോ? ശരിയാണോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹമാണ് അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. നിയമപരമായി ഒരു സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ജോലി ഏൽപ്പിച്ചാൽ, ഒരു ടീമിനെ ജോലി ഏൽപ്പിച്ചാൽ അയാൾ കൃത്യസമയത്ത് അത് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇനി വല്ല പ്രകൃതി ദുരന്തം ഉണ്ടാവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അയാൾക്ക് നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. അതിനുള്ള പ്രൊവിഷൻ. വെറുതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. അയാളുടേത് അല്ലാത്ത തെറ്റിനാളെ ശിക്ഷിക്കാൻ പാടില്ല. അത് നിയമം കൊണ്ടുവരുമ്പോൾ അയാളെയും കൂടി ആ കാര്യമൊക്കെ കൂടി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. 10 കേസെങ്കിലും എവിടെയെങ്കിലും ഇത് ചെയ്യാത്തവന് പണി കൊടുക്കണം. അപ്പോൾ ബാക്കി എല്ലാവരും മര്യാദയ്ക്ക് ആയിക്കോളും. ഇത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ 50 കോടി രൂപയുടെ പ്രോജക്റ്റ് 3 കൊല്ലം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറഞ്ഞാൽ 10 കൊല്ലമായാലും ചെയ്ത് തീർക്കില്ല. 50 കോടി രൂപയുടെ പ്രോജക്റ്റിന് 500 കോടി രൂപയാവും. സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്ന്, ഖജനാവിൽ നിന്ന്, ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണമാണ്. അതിൻ്റെ ലീക്കേജ് കണ്ടാൽ കലാപം നടക്കും കേരളത്തിൽ. എല്ലായിടത്തും കലാപം. നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം, നികുതിയായി ഖജനാവിലേക്ക് അടയ്ക്കുന്ന പണം, ഏതെല്ലാം വഴികളിലാണ് അതിൻ്റെ ലീക്കേജ്? അഴിമതി മാത്രമല്ല, അല്ലാതെ കെടുകാര്യസ്ഥത കൊണ്ട്, ഇൻഎഫിഷ്യൻസി കൊണ്ട്, ഉഴപ്പുകൊണ്ട് നമ്മളുടെ നികുതി പണം നഷ്ടപ്പെടുന്നതിൻ്റെ തുക ഒരു വർഷം കണക്കാക്കിയാലേ നമ്മൾ ഞെട്ടിപ്പോവും. കലാപാന്തരീക്ഷം ഉണ്ടാവും നാട്ടിൽ. അത് ചെയ്യണം. നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ജോലിക്കാരായിട്ട് വരുന്നവർ മോശക്കാരാണ്. എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടഫ് എക്സാമിനേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ. നല്ല മിടുമിടുക്കന്മാരും മിടുമിടുക്കുകളുമാണ് ആ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവിടെ കയറി വന്നത്. നല്ല പൊട്ടൻഷ്യലായിട്ടുള്ള ആളുകളാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി, അവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിപ്പോവാണ്. ഇത്രയും പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണ്ടേ? ഒരു ഫയൽ പോകണം എങ്ങനെ? ഒരു ക്ലാർക്ക്, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇത്രയും പേര് കാണണം. ഗവൺമെൻറ് ഓൾറെഡി പോളിസി ഡിസൈഡ് ചെയ്തേക്കണ ഒരു ഫയൽ പോലും അങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തിന് കുസൃതി തോന്നിയാൽ അവൻ ഒരു കൊറി ഇട്ട് കഴിഞ്ഞാൽ അവൻ തിരിച്ചിങ്ങോട്ട് യാത്ര ചെയ്യും. 5-6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് 1 കൊല്ലം കഴിയുമ്പോഴാണ് അവിടെ എത്തുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ ഈ പ്രോജക്റ്റ് ഏതെങ്കിലും വഴിയിലായി കാണും. ഗവൺമെൻറ് ഓൾറെഡി പ്രോജക്റ്റ് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഫയൽ എന്തിനാണ് ഒരു സെക്ഷൻ ഓഫീസറിൻ്റെ മുകളിലേക്ക് പോകേണ്ടത്? 1920 ഒരു സായിപ്പ് കൊണ്ടുവന്ന സിസ്റ്റമാണ്. 4000 ഫയൽ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് 105 കൊല്ലം മുമ്പ് ഒരു സായിപ്പ് കൊണ്ടുവന്ന സിസ്റ്റമാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റിലുള്ളത്. മാറ്റം വേണം. മാറ്റം ഉണ്ടായാൽ ഞാൻ കരുതുന്നു ഇന്ത്യയിലെ നമ്പർ 1 എഫിഷ്യൻറ്റ് സെക്രട്ടേറിയറ്റ് ആക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മാറ്റാം. തല ശരിയായാൽ അതിനനുസരിച്ച് താഴേക്ക് ഇങ്ങ് ശരിയായിക്കോളും. നമ്മളൊരു കൾച്ചർ ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ ഡിറ്റർമിനേഷനുമാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാം. 3 കൊല്ലത്തേക്കൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചാൽ 3 കൊല്ലം കഴിഞ്ഞല്ല പോയി നോക്കേണ്ടത്. ആദ്യം ഓരോ മാസം ടാർഗറ്റ്, ഓരോ കൊല്ലത്തെ ടാർഗറ്റ് ഇട്ട് കൊടുക്കണം, ഓരോ മാസത്തെ ടാർഗറ്റ് ഇട്ട് കൊടുക്കണം, ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട പ്രോജക്റ്റ് റിവ്യൂ ചെയ്യണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ചെയ്യേണ്ട ജോലി എന്താണ് എന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച വൈകുന്നേരം ഇരിക്കണം. ഈ ആഴ്ച പറഞ്ഞ ജോലി തീർന്നിട്ടുണ്ടാകുന്നു. ആ ഒരു റിവ്യൂ ആണ്, ഫോളോ അപ്പ് ആണ്.
ഓരോ പ്രോജക്റ്റുകളും ചെയ്യുന്നത്. നമ്മുടെ എക്സ്ചക്കറിൽ നിന്ന് പണം നഷ്ടപ്പെടാതെ. പിന്നെ നമ്മുടെ ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ഞാനൊരു